എല്ലാത്തരം ബാഗുകളുടെയും വൈവിധ്യമാർന്ന കളക്ഷൻ 1 ഇയർ വാറന്റിയോടെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നിർമ്മിച്ചു നൽകുന്നു. എല്ലാത്തരം ബാഗുകളും റിപ്പയർ ചെയ്യുന്നു. ലെവിൻസ് ബാഗ്സ്, ബസ് സ്റ്റാൻഡ്, കരുളായി. ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾ നിലമ്പൂർ ITDP ഓഫീസിന് മുന്നിൽ തുടങ്ങിയ അനിശ്ചിതകാല സമരത്തിന്റെ 2ാം ദിവസമായ ഇന്ന് സമരം നിരാഹാര സമരത്തിലേക്ക് വഴിമാറി. ബിന്ദു വൈലാശ്ശേരി, ചീര മോഹൻ പെരുവമ്പാടം എന്നിവരാണ് നിരാഹാര സമരം തുടങ്ങിയത്. നിരാഹാര സമരമിരിക്കുന്നവർക്ക് പിന്തുണയുമായി സ്ത്രീകൾ ഉൾപ്പെടെ 50ഓളം പേർ ITDP ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം തുടരുകയാണ്. തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന നിലപാടിലാണ് സമരക്കാർ. ബുധനാഴ്ച നിലമ്പൂർ ജനതാപടിയിൽ നിന്നും പ്ലക്കാർഡുകളുമായി വനിതകൾ ഉൾപ്പെടെ 100 കണക്കിന് പേർ പങ്കെടുത്ത പ്രകടനത്തോടെയാണ് സമരത്തിന് തുടക്കമായത്. ബുധനാഴ്ച രാവിലെ 11 മണിയോടെ നിലമ്പൂർ ITDP ഓഫീസിന് മുന്നിൽ ആരംഭിച്ച സമരമാണ് നിരാഹാര സമരത്തിലേക്ക് മാറിയിരിക്കുന്നത്. സമരം അവസാനിപ്പിക്കാൻ ബുധനാഴ്ച രാത്രി നിലമ്പൂർ തഹസിൽദാർ MP സിന്ധു, നിലമ്പൂർ DYSP സാജു കെ എബ്രഹാം, ITDP ജില്ലാ പ്രൊജക്ട് ഓഫീസർ ശ്രീരേഖ, CPI ജില്ലാ കമ്മിറ്റി അംഗം PM ബഷീർ എന്നിവരുടെ നേതൃത്വത്തിൽ സമരക്കാരുമായി ITDP ഓഫീസിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് നിരാഹാര സമരത്തിലേക്ക് സമരക്കാർ മാറിയത്. 17-ന് കളക്ടറുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്താമെന്ന് തഹസിൽദാർ MP സിന്ധു ഉറപ്പ് നൽകിയെങ്കിലും സമരക്കാർ വഴങ്ങിയില്ല. കളക്ടർ 17-ന് ചർച്ചയ്ക്ക് വരും വരെ സമരം തുടരുമെന്നും ആവശ്യം അംഗീകരിക്കാതെ പിന്മാറില്ലെന്നും സമരക്കാർ പറഞ്ഞു. ആ സമരത്തിലൊരു തീരുമാനമായിട്ടില്ല. ആ തീരുമാനം ആകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ ഇന്നലെ ഇതുപോലെ തന്നെ ഉച്ചയാകുമ്പോൾ ഇവിടെ എത്തി. ഇന്നിപ്പോൾ സമയം എത്രയായിട്ടും യാതൊരുവിധ തീരുമാനം ഉണ്ടായിട്ടില്ല. ഉണ്ടാവാത്ത സാഹചര്യത്തിൽ ഇന്ന് 2 ആൾ നിരാഹാരം സമരം കടക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ചാലിയാർ പഞ്ചായത്തിലെ അത്തിക്കൽ, ചുങ്കത്ര പഞ്ചായത്തിലെ കൊടീരി, കുറുമ്പലങ്ങോട്, നെല്ലിപ്പൊയിൽ, നിലമ്പൂർ നഗരസഭയിലെ തൃക്കൈക്കുത്ത് ഭാഗങ്ങളിലായി വനവകുപ്പ് റവന്യൂ വകുപ്പിന് കൈമാറിയ 275.13 ഏക്കർ സ്ഥലം 626 കുടുംബങ്ങൾക്ക് 10-20 സെന്റുകൾ വീതം പതിച്ചു നൽകും. ഇതിന്റെ ലിസ്റ്റും ITDP പുറത്തുവിട്ടു. എന്നാൽ ഒരേക്കർ ഭൂമി എന്ന നിലപാടിൽ ഒരു വിഭാഗം ആദിവാസി കുടുംബങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ബുധനാഴ്ച രാവിലെ 100 കണക്കിന് സ്ത്രീകൾ ഉൾപ്പെടെയാണ് സമരവേദിയിലേക്ക് എത്തിയത്. പ്രാഥമിക കാര്യങ്ങൾ നടത്തുന്നതിനുള്ള സൌകര്യം പോലുമില്ലാതെ സമരക്കാർ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിലും തങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമി ലഭിക്കും വരെ സമരമെന്നാണ് സമരക്കാരുടെ തീരുമാനം. സമരത്തിന് പരിഹാരം കാണാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും 2ാം ദിവസവും കാര്യമായ ഇടപെടലുകൾ നടക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. സമരക്കാർ സംസ്ഥാന സർക്കാരിനും ജില്ലാ ഭരണകൂടത്തിനുമെതിരെ രൂക്ഷ വിമർശനമാണ് നടത്തുന്നത്. സർക്കാരും കളക്ടറും തങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണെന്നും ഇവർ പറയുന്നു. സംസ്ഥാന സർക്കാർ പ്രളയബാധിത കുടുംബങ്ങൾക്ക് വേണ്ടി ചാലിയാർ പഞ്ചായത്തിലെ അകമ്പാടം കണ്ണങ്കുണ്ടിൽ നടപ്പാക്കിയ മാതൃകാ ഗ്രാമത്തിലെ 34 കുടുംബങ്ങൾക്ക് വെള്ളമെത്തിക്കാൻ തയ്യാറായില്ല. അതിനാൽ തന്നെ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച 34 വീടുകളിൽ 24 വീടുകളിലും താമസക്കാർ ഇനിയും എത്തിയിട്ടില്ല. എല്ലാം ശരിയാക്കാമെന്ന് പറയുന്ന ജില്ലാ ഭരണകൂടം തങ്ങളെ അവഗണിക്കുകയാണെന്നും ഇവർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.